ഇന്ന് ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നു. എന്താ കാര്യം? വളരെ പ്രധാനമായിട്ട് ഒരു ഹിന്ദു രാജ്യം എന്ന ഹിന്ദുത്വ അജണ്ടയിലേക്ക് ബിജെപിയും ആർഎസ്എസും സംഘപരിവാരും നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് എത്തിച്ചേരാനുള്ള നിരവധി കൈവഴികളിലൂടെ അതിലേറ്റവും പ്രധാനപ്പെട്ട കൈവഴിയാണ് പൌരത്വ ഭേദഗതി നിയമം. പൌരത്വ ഭേദഗതി നിയമം പൌരത്വം സംബന്ധിച്ച ഒരു പ്രശ്നമാണ്. നിങ്ങൾ കണ്ട പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വന്ന മുസ്ലിങ്ങൾ ഒഴിച്ചുള്ളവർക്ക് പൌരത്വം നൽകുന്നത് പ്രശ്നമാണെന്നും നിങ്ങൾ കാണണ്ട. അതിന്റെ അപ്പുറം അത് ഒരു മതരാഷ്ട്രമാക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ്. മതരാഷ്ട്രമാക്കുന്നതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള നിയമമാണ്. അത് ഹിന്ദുത്വത്തിലേക്കുള്ള യാത്രയാണ്. അതിനെ വിമർശിക്കാൻ കോൺഗ്രസിനാവുന്നില്ല. ഇവിടെ കേരളത്തിലൊക്കെ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് പറഞ്ഞു പോവുകയാണ്. കേരളത്തിലെ അഖിലേന്ത്യാ നേതാവായ ഈ പറയുന്ന ഏറ്റവും പ്രമുഖനായിട്ടുള്ള രാഹുൽ ഗാന്ധി വയനാട് പോയി, കണ്ണൂർ പോയി, നിരവധി കേന്ദ്രങ്ങളിൽ പോയി പ്രസംഗിച്ചു. എവിടെയെങ്കിലും ഉണ്ടിയോ ഈ പൌരത്വ ഭേദഗതി നിയമം ഞങ്ങൾ നടപ്പിലാക്കില്ല, ഞങ്ങളുടെ ഗവൺമെന്റ്, അവർക്ക് 3 ഗവൺമെന്റ് ഉണ്ടല്ലോ, ഒന്നിന്റെ അവസാനം വരാൻ പോവുകയാണ് എന്നുള്ളത് വസ്തുത. ഹിമാചലിന്റെ അത് അവർ തന്നെ കാലുമാറി ബിജെപിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദി മേഖലയിൽ ഒറ്റ ഗവൺമെന്റേ ഉള്ളൂ, അത് ആ ഗവൺമെന്റാണ്, ഹിമാചലത്തിലെ സുഖുവിന്റെ ഗവൺമെന്റ്. അവർ പറഞ്ഞോ ഞങ്ങൾ നടപ്പിലാക്കില്ല? തെലങ്കാനക്ക് പറയാൻ പറ്റിയോ? കർണാടകത്തിന് പറയാൻ പറ്റിയോ? അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ അവർ തയ്യാറാക്കുന്ന പ്രകടന പത്രികയിൽ ഈ കാര്യം ഉന്നയിക്കാൻ പറ്റിയോ? കേരളത്തിൽ ഇവിടെ വന്ന് നിരവധി പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കും ഇവർക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റിയോ? ഇന്ത്യയുടെ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മമായ മതരാഷ്ട്രം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഹിന്ദുത്വ അജണ്ടയിലേക്ക് നീങ്ങുന്ന അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപവഴിയായി കാണുന്ന ഈ പൌരത്വ ഭേദഗതി നിയമം റദ്ദ് ചെയ്യും എന്ന് പറയാൻ കോൺഗ്രസിന് എന്തേ സാധിക്കാത്തത്? വളരെ വ്യക്തമാണ്. അത് മൃദു ഹിന്ദുത്വ നിലപാടാണ്. ഈ മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന സമീപനമാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയും സ്വീകരിക്കുന്നത്. ഇത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചുള്ള പ്രശ്നം. മറ്റൊന്ന്, ഇപ്പൊ തന്നെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാര്, അതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ 3 സംസ്ഥാനങ്ങളിൽ മാത്രമേ ഉള്ളൂ. 3 സംസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൽ ഈ പര്യടനവുമായിട്ട് വന്ന, കർണാടകത്തിൽ അധികം ആൾ വന്നിട്ടില്ല, അവിടുത്തെ ചില മന്ത്രിമാരാണ് വന്നത്. നമുക്കറിയാം രേവന്ത് റെഡ്ഡി വന്നിട്ട് കേരളത്തിലെ ചില പ്രസംഗങ്ങളിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞു. എന്താ വർഗീയവാദം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം? ഈ രേവന്ത് റെഡ്ഡിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം അദ്ദേഹം RSS ആയിരുന്നു എന്നുള്ളതാണ്. ABVPയുടെ ഏറ്റവും പ്രമുഖനായ നേതാവായിരുന്നു അദ്ദേഹം. അവസാനം രാഷ്ട്രീയമായ ലക്ഷ്യം വെച്ചുകൊണ്ട് പല പാർട്ടിയിലും ചേർന്ന് അവസാനമാണ് കോൺഗ്രസ് ചേർന്നത്. കോൺഗ്രസ് ചേർന്നിട്ട് അത്ര കൊല്ലമായിട്ടില്ല. ഈ വർഗീയ മനസ്സുണ്ടല്ലോ, അത് മാറിയിട്ടില്ല. ആ വർഗീയ മനസ്സ് മാറാത്ത ഒരാൾ കേരളത്തിൽ വന്ന് സഖാവ് പിണറായിയെ വർഗീയവാദി എന്ന് വിളിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വർഗീയതയെ സംബന്ധിച്ചൊരു ധാരണ വേണം. ആരാ വർഗീയവാദി? വർഗീയവാദിയുടെ സാമ്പിളാണ് നമ്മൾ അദ്ദേഹം ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ തെലങ്കാനയിൽ കണ്ടത്. തെലങ്കാനയിലെ ഏറ്റവും പ്രമുഖമായ ഒരു ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയം, അതവിടെ മഞ്ചേരി എന്ന് പറഞ്ഞ ഒരു ജില്ല അവിടെയുണ്ടത്രേ, അവിടെയാണ് തെലങ്കാനയിൽ. അവിടെ ഒരു ദിവസം പരസ്യമായിട്ട് കാവി വസ്ത്രം ധരിച്ച 500 എണ്ണം പ്രകടനമായിട്ട് എരച്ചു കയറി ആ വിദ്യാലയത്തിന്റെ മുമ്പിൽ തന്നെ സ്ഥാപിച്ച മദർ തെരേസയുടെ നാമധേയത്തിലാണ് ആ സ്കൂള്. ആ മദർ തെരേസയുടെ പ്രതിമ തകർത്തു. പ്രതിമ തകർക്കുന്ന നിലയുണ്ടായി. പ്രതിമ തകർക്കുക മാത്രമല്ല, അതിനുള്ളിലേക്ക് കയറി പ്രിൻസിപ്പളെ പിടിച്ചു. പ്രിൻസിപ്പളിനെ മാത്രമല്ല, മാനേജരെ പിടിച്ചു. മാനേജർ എന്ന് പറഞ്ഞാൽ കണ്ണൂർക്കാരനാണ്. ഈ എല്ലാ വിദ്യാലയങ്ങളിലെയും ഒരു വലിയ വിഭാഗം ആളുകൾ കേരളത്തിലുള്ളവരാണ്. അദ്ദേഹം വൈദികനായിട്ടുള്ള അദ്ദേഹത്തിന്റെ പേര് തന്നെ എല്ലാവർക്കും അറിയാം, ജയ്മോനെ പിടിച്ച്
നല്ല ശക്തിയായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തി ജയ് ശ്രീരാം വിളിപ്പിച്ചു. ജയ് ശ്രീരാം വിളിപ്പിച്ചു. ഫർണിച്ചർ ഉൾപ്പെടെ എല്ലാം അടിച്ചു പൊളിച്ചു. സ്കൂളിന്റെ മേലെ കാവി കൊടിനാട്ടി എന്ന് പറഞ്ഞാൽ പിടിച്ചെടുത്തു. ആ മിഷണറി നടത്തുന്ന സ്കൂൾ പിടിച്ചെടുത്തു. മൃഗീയമായ മർദ്ദനത്തിന് വിധേയപ്പെട്ടവർ ഉൾപ്പെടെ പോലീസിൽ പരാതി നൽകി. ആ പോലീസിൽ പരാതി നൽകിയിട്ട് യാതൊരു തരത്തിലുള്ള നീക്കവുമില്ല. എന്നാൽ നീക്കമില്ല എന്ന് പറയാൻ പറ്റില്ല. അവിടെയുള്ള അച്ഛനെയും മാനേജരെയും പ്രിൻസിപ്പളെയും എല്ലാം പ്രതി ചേർത്ത് വർഗീയമായ സംഘർഷം ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കേസുണ്ടാക്കിയിരിക്കുകയാണ്. ഇതാ സ്ഥിതി. ആരാണോ പള്ളി ഈ പറയുന്ന സ്കൂളിൽ തകർക്കാൻ വന്നത് അതെല്ലാം നാട്ടിലെ ലോകം മുഴുവൻ കണ്ടതാണ്. കാവിപ്പട ഇരച്ചു കയറുന്നത്, അടിക്കുന്നത്, ശ്രീരാം വിളിപ്പിക്കുന്നത്, ജയ് ശ്രീരാം വിളിപ്പിക്കുന്നത്, ഇതെല്ലാം ലോകം മുഴുവൻ കണ്ടതാണ്. എന്നിട്ട് അതിന്റെ മേലെ കേസില്ല. ഇനി അഥവാ അതിന്റെ ഭാഗമായിട്ടുള്ള കേസ് ഇപ്പോൾ അവർ ചാർജ് ചെയ്യാൻ ശ്രമിക്കുന്നതല്ല, FIR ഇടാൻ ശ്രമിക്കുന്നതിന് ജാമ്യം അവിടെ തന്നെ ജാമ്യം കിട്ടിക്കൊടുക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ വർഗീയ സംഘർഷത്തെപ്പറ്റി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്തീയ ജനവിഭാഗങ്ങൾക്കെതിരായിട്ട് മണിപ്പൂർ ഉൾപ്പെടെയുള്ള വംശഹത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉത്തരേന്ത്യ മാത്രമല്ല ദക്ഷിണേന്ത്യയും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രേവന്ത് റെഡ്ഡി എന്ന പഴയ RSS മനസ്സ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഗീയ ധ്രുവീകരണമാണ്. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു മതത്തിന്റെയോ ജാതിയുടെയോ വിഭാഗത്തെയോ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ലോ ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ കാര്യം ശരിയായ രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. അത് എല്ലാ ജാതിയിലും പെട്ട, എല്ലാ മതത്തിലും പെട്ട, എല്ലാ വിശ്വാസ പ്രമാണങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട്, ജനാധിപത്യ അവകാശമുണ്ട്. എന്നാൽ മതത്തിന്റെ പേരുപയോഗിച്ച് രാഷ്ട്രീയത്തിൽ ഭരണാധികാരത്തിലേക്ക് കടക്കുന്ന പ്രക്രിയയാണ് വർഗീയത എന്ന് പറയാം. ആ വർഗീയത കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന രേവന്ത് റെഡ്ഡി. അദ്ദേഹം ഇവിടെ വന്നിട്ട് സഖാവ് പിണറായി വിജയനെ പറ്റി പറയാണ് വർഗീയവാദിയാണെന്ന്. അപ്പോൾ വർഗീയവാദികളുടെ ജൽപ്പനമാണത്. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും അതുപോലെ തന്നെ മറ്റേത് ജാതി മതവിഭാഗമായാലും ഹിന്ദു ആയാലും ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ സമഭാവനയോടെ ഇതിനെയെല്ലാം കാണാൻ കഴിയും. അത് മാർക്സിയം പ്രത്യയശാസ്ത്രത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള പ്രത്യേകതയാണ്. അത് മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനെയും സമഭാവനയോടെ കണ്ട് മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ രാഷ്ട്രീയവും ഭരണവും സംവിധാനവും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ, കേരളത്തിൽ പ്രത്യേകിച്ച് സഖാവ് പിണറായി വിജയൻ. സഖാവ് പിണറായി വിജയൻ തന്നെ പറഞ്ഞു, നിങ്ങളുടെ മുത്തശ്ശി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയുടെ മറവിൽ ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ടുണ്ട്. ആ ജയിലിലാക്കിയവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു എന്ന് സഖാവ് പിണറായി വിജയൻ പറഞ്ഞു. ഞങ്ങളെല്ലാം ഒന്ന് ജയിലിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് ഈ ഓല പാമ്പ് കാണിച്ച് ഭയപ്പെടുത്തണ്ട.